ടെംപ്റ്റിംഗ് റെസിപ്പീസ് ആൻഡ് വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തേതൊരു വ്ളോഗാണ്. ഒരു പ്രസവത്തിന് കൂട്ടിക്കൊണ്ടുപോകൽ. എൻ്റെ നാത്തൂൻ്റെയാണ്. ഞങ്ങൾക്കിത് ഒട്ടും ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ഫംഗ്ഷനാണ്. ഇതിന് ഞങ്ങൾ വളകാപ്പ് സീമന്തം എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇഷ്ടമാവണമെങ്കിൽ ചാനലൊന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഞായറാഴ്ച ആയിരുന്നേ ഫംഗ്ഷൻ. അപ്പോൾ മോൾക്ക് രാവിലെ ട്യൂഷനുണ്ട്. അപ്പോൾ അവൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ദോശയും കടലക്കറിയും, പിന്നെ ഉച്ചയ്ക്ക് ലഞ്ചിന് വേണ്ടിയിട്ട് ചോറും മുട്ട ഓംലറ്റും ചമ്മന്തിയും അച്ചാറും പിന്നെ ഇതുപോലത്തെ തന്നെ പപ്പടത്തോരനൊക്കെ വെച്ച് അവളെ പെട്ടെന്ന് റെഡിയാക്കി വിട്ടു. ഒന്ന് ഫുൾ ടൈം ട്യൂഷനാണ് കേട്ടോ. അപ്പം എന്തായാലും കൊണ്ടുപോകാൻ പറ്റത്തില്ല. വരണമെന്നൊക്കെ പുള്ളിക്കാരത്തിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നേ. പിന്നെ അതൊക്കെ കഴിഞ്ഞു. മാമന് പെട്ടെന്ന് ചായയൊക്കെ ഇട്ട് കൊടുത്തു. ഞാനും ഇച്ചിരി ചായയൊക്കെ എടുത്തിട്ട് പിന്നെ കുറച്ച് സമയം അവിടെ ഇരുന്നു കേട്ടോ. അപ്പം ഇരിക്കാൻ സമയമില്ല, പെട്ടെന്ന് തന്നെ റെഡി ആവണം. അതുകൊണ്ട് തന്നെ മാമനെ ഞങ്ങൾ നാത്തൂൻ്റെ വീട്ടിലാക്കിയിട്ട് പോവുകയാണ് കേട്ടോ. അപ്പം ഈ ഒരു സ്ഥലത്തെത്തുമ്പം എനിക്ക് എപ്പോഴും വീഡിയോ എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നല്ല രസമാണ്. ഇതിനടുത്തൊരു SN പബ്ലിക് സ്കൂളാണേ. അപ്പോൾ ഞങ്ങളിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരുന്നപ്പം ഹസ്ബൻഡ് എൻ്റെ അടുത്ത് പറഞ്ഞ് തിരിച്ചു വരുമ്പോൾ പറ്റുമെങ്കിൽ നമുക്ക് ഈ തേവള്ളി പാലത്തിൻ്റെ അവിടെയൊക്കെ ഒന്ന് നിർത്താമെന്നൊക്കെ പറഞ്ഞു. പോകുന്നതിന് ആ മണ്ഡപത്തിനടുത്ത് തന്നെ ഇതേപോലെ കൊട്ടാരക്കുളം മഹാഗണപതി ക്ഷേത്രമുണ്ട്. അവിടെ കയറി തൊഴാൻ വേണ്ടി കയറി. അപ്പം അവിടെ വെച്ച് തന്നെ അനിയനെ കണ്ടു. പിന്നെ ഞങ്ങൾ മൂന്നുപേരും കൂടി കയറി തൊഴുതിട്ട് മണ്ഡപത്തിലോട്ട് കയറി. ചെറിയൊരു ഫംഗ്ഷനൊക്കെ നടക്കാൻ പറ്റിയ നല്ല അടിപൊളി ഓഡിറ്റോറിയമാണ് കേട്ടോ. അവിടെ എത്തിയപ്പോൾ ചെറിയ രീതിയിലുള്ള ഫോട്ടോഷൂട്ടൊക്കെ നടക്കുവാണേ. അപ്പം ഇത് തലമുറകൾ തമ്മിലുള്ളൊരു ബന്ധമാണ് കേട്ടോ. എൻ്റെ അപ്പയുടെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടാണ് മാമനും അത്തയാണ്. അപ്പം മാമൻ്റെ മോളും ഞാനും ഭയങ്കര കൂട്ടാണ് കേട്ടോ. നഴ്സറി തൊട്ടുള്ള സൗഹൃദം ഇപ്പോഴും ഉണ്ട് കേട്ടോ. അപ്പം വേറൊരു ബന്ധം കൂടെ ഉണ്ട്. അവളുടെ ആങ്ങളെയും എൻ്റെ ആങ്ങളെയും കല്യാണം കഴിച്ചേക്കുന്നത് ചേട്ടത്തി അനിയത്തിമാർ. അപ്പോൾ ദേ ഇനി ചടങ്ങുകളൊക്കെ തുടങ്ങാൻ പോവാണ്. ആദ്യമായിട്ട് പൊട്ടൊക്കെ വെച്ച് കൊടുത്തിട്ട് ഇവർക്ക് മാറിയെടുക്കാനുള്ള ഡ്രസ്സൊക്കെ കൊടുക്കുക. ആദ്യത്തെ ചടങ്ങ് അതാണ്. അപ്പം ഞാനിങ്ങനെ അവിടെ നിന്നുകൊണ്ടും പിന്നെ ഫ്രണ്ടിലിരുന്നുകൊണ്ടും ഒക്കെ കുറേ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്, ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. അപ്പം വിളക്കിന് മുമ്പിൽ ഇതേപോലെ എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം കുപ്പി വളകളും അതുപോലെ ഫ്രൂട്ട്സും മഞ്ഞളും കുങ്കുമവും പിന്നെ പഴവും ഗണപതി ഒരുക്കും പിന്നെ അതുപോലെ തന്നെ അവർ കൊണ്ടുവന്ന പലഹാരങ്ങളും ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഈ ഒരു സംഭവം എന്ന് പറയുന്നതാണ് കട്ടിയരിസി എന്ന് പറയുന്നത്. ഈ പൂവും പൊട്ടും മഞ്ഞളും ഒക്കെ വെച്ചേക്കുന്നത് അത് ഞങ്ങൾക്ക് ഒട്ടും ഒഴിച്ചുവിടാൻ പറ്റാത്തൊരു സാധനമാണ് കേട്ടോ. മുന്തിരിക്കൊത്തിൻ്റെ ഉള്ളിലെ സ്റ്റഫിങ് ഇല്ലേ, അത് തന്നെയാണ് സംഭവം. പക്ഷേ കുറച്ചും കൂടെ നട്ട്സും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് പാളയിൽ പിന്നെ കോട്ടി ഒഴിച്ചൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു രീതിയിലൊക്കെ ഉണ്ടാക്കുന്നതാണ്. അപ്പം ഈ ഒരു വളയാണ് ഞങ്ങൾക്ക് ചൂലി വളയായിട്ട് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പം ഇതെന്ന് പറയുന്നത് സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും വളരെ വളരെ ചെറിയ തിന്നായിട്ടുള്ള ഒരു കോട്ടിങ് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരു സംഭവമാണ്. ഒറിജിനൽ സ്വർണ്ണ വെള്ളിയെന്ന് വിചാരിക്കേണ്ട, വളരെ തിന്നായിട്ടുള്ളൊരു ലെയറാണ് കേട്ടോ. അപ്പം ഞാനിപ്പം അങ്ങോട്ട് ചെന്ന് പൊട്ടൊക്കെ വെച്ച് കൊടുത്തിട്ട് ഞാൻ ഇതേപോലെ പെൺകുട്ടിയുടെ കയ്യിലേക്ക് വളകൾ ഇട്ട് കൊടുക്കുകയാണ്. അപ്പം നമ്മൾ ആ സ്വർണ്ണത്തിൻ്റെ ചെറിയ കോട്ടിങ്ങുള്ളൊരു സംഭവം ഉണ്ടല്ലോ, അത് വലത്തേ കയ്യിലും വെള്ളിയുടെ ചെറിയ കോട്ടിങ്ങുള്ളത് നമ്മൾ ഇടത്തേ കയ്യിലും, ആ ഒരു രീതിക്കാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ പൊട്ടൊക്കെ വെച്ച് കൊടുക്കണം, നമ്മളും പൊട്ടൊക്കെ വെക്കണം. പിന്നെ ഇതുപോലെ അവിടെ കുറേ കുപ്പിവെള്ളമൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം അതും എടുത്തിട്ട് ഞാനങ്ങ് പോയി കേട്ടോ. പിന്നെ ഇതേപോലെ കുറേ പേര് വളയൊക്കെ ഇട്ട് കൊടുക്കാനുണ്ടായിരുന്നു. അപ്പം ആ ഒരു വീഡിയോ എനിക്ക് എടുത്തു തന്നത് ജ്യോതിയുടെ അനിയത്തിയാണ്, വിജയാണ് കേട്ടോ. പിന്നെ ഈ പലഹാരങ്ങളൊക്കെ കൊണ്ടുവന്നതൊക്കെ ഇനി മടി നിറയ്ക്കുന്ന ചടങ്ങാണ് കേട്ടോ. അപ്പം പെൺകുട്ടിയുടെ അമ്മയാണെങ്കിൽ ഇതേപോലെ മടി നിറയ്ക്കാനായിട്ട് വന്നിട്ടുണ്ട്. അപ്പം പട്ട് നശിച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഓയിൽ പേപ്പറൊക്കെ വെച്ചിട്ടാണ് പലഹാരങ്ങളൊക്കെ അതിനകത്ത് എടുത്ത് വെക്കുന്നത്. അപ്പം ഈ പലഹാരങ്ങളൊക്കെ വെക്കുന്നതിനും ഒരു ചടങ്ങുണ്ട്. നമ്മളിത് ഒറ്റ രീതിയിലാണ് വെക്കുന്നത്. അപ്പം എന്ന് വെച്ചാൽ ഒറ്റ സംഖ്യ കണക്കാക്കി അത്രയും ആൾക്കാരാണ് വെക്കുന്നത്. ഒരു 3 പേര് 5 പേര് ആ ഒരു രീതിയിലാണ്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ചടങ്ങുകളൊക്കെ തീർന്നു. അക്ഷതയൊക്കെ നമ്മളെല്ലാവരും ഇട്ട് എല്ലാ ഐശ്വര്യങ്ങളും പ്രാർത്ഥനകളും ഒക്കെ കൊടുത്തു. അപ്പം ഞാനെടുത്ത വള ഇതാണ് കേട്ടോ. അപ്പം ചുമ്മാ അങ്ങനെ ഒന്ന് കാണിച്ചതാണ്. നല്ല രസമുണ്ട്. കുപ്പിവള ഇടുന്നത് സ്ത്രീകൾക്ക് ഏറ്റവും ഐശ്വര്യമുള്ള കാര്യം എന്നാണ് പറയുന്നത്. പിന്നെ നമ്മൾ അടുക്കളയിലൊക്കെ നിൽക്കുന്നതുകൊണ്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പാടായതുകൊണ്ട് നമ്മൾ ചിലപ്പം ഇടത്തില്ല. അപ്പോൾ സദ്യ കഴിക്കാം. എൻ്റെ ഫേവററ്റായ ശർക്കര വരട്ടി ആദ്യമേ കഴിച്ചു. അതൊക്കെ കഴിഞ്ഞ് നല്ല ചൂടായിട്ടുള്ളൊരു ഫുഡായിരുന്നു കേട്ടോ. അതുകൊണ്ട് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ പരിപ്പൊക്കെ ഇട്ട് കുഴയ്ക്കാൻ തന്നെ പറ്റുന്നില്ല, അത്രയ്ക്കും നല്ല ചൂടാണേ. സദ്യയൊക്കെ നല്ലതായിരുന്നു. അപ്പം എല്ലാ തവണത്തെയും പോലെ ഇത്തവണ പായസത്തിൻ്റെ ഒപ്പം എന്തായാലും ബോളിയില്ല കേട്ടോ. കാരണം നമ്മൾ ബോളി പാൽപ്പായസം ആ ഒരു രീതി ഒരു മാറ്റം വേണമെന്ന് വിചാരിച്ച് എപ്പോഴും ഞാൻ ആഗ്രഹിക്കുമായിരുന്നു. അപ്പോൾ ഇന്നിപ്പം അതുകൊണ്ട് തന്നെ പാലടയുടെ കൂടെ ബൂന്തിയായിരുന്നു കേട്ടോ. അതും നല്ല ടേസ്റ്റാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് കുറേ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന എൻ്റെ സീമന്തത്തിൻ്റെയാണ് കേട്ടോ.
വീട്ടിൽ വെച്ചായിരുന്നു ഫങ്ഷൻ. അപ്പം ഇതിലിപ്പം നാത്തൂമാരും അമ്മ ഇല്ല, അച്ഛൻ മരിച്ചിട്ട് കുറച്ച് നാളായതുകൊണ്ട് പിന്നെ അമ്മ നിന്നിട്ടില്ല. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇതുപോലെ തന്നെ കുറേ ഫങ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നല്ല രസമായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. ഇനി തിരികെ പോവുകയാണ്. നേരെ വീട്ടിലോട്ടല്ല പോകുന്നത്, ഹസ്ബൻഡിൻ്റെ ചിറ്റയുടെ വീട്ടിലാണ്. അതിൻ്റെ വീഡിയോ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ തേവള്ളി പാലത്തിൽ കുറേ നേരം നിന്ന് വീഡിയോ എടുത്തു. അങ്ങ് ദൂരെ റാവീസ് കാണുന്നുണ്ട്. പിന്നെ അതും കുറേ സമയം ഷൂട്ട് ചെയ്തു. അപ്പം ഞാനാണെങ്കിൽ ഇത് 2 വീഡിയോ ആയിട്ട് എടുക്കാൻ കാരണമുണ്ട് കേട്ടോ. കാരണം ഈ ഒരു ഫംഗ്ഷൻ്റെ മധുരവും അതുപോലെ തന്നെ സെക്കൻഡ് വീഡിയോ ആയിട്ട് ഞാൻ ഹസ്ബൻഡിൻ്റെ ചിറ്റയുടെ വീട്ടിൽ ചെന്ന് എടുക്കാമെന്ന് പറഞ്ഞതിന് വേറൊരു കാര്യമുണ്ട്. മാമൻ ഭയങ്കര ക്രിയേറ്റീവായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നതാണ്. ആ ഒരു പിന്നെ വീഡിയോയുടെ ക്രിയേറ്റിവിറ്റിയും പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പം അതെന്തായാലും കുറച്ച് അടുത്ത ഒരു ഇതായിട്ട് നമ്മൾ ഇടുന്നതാണ് കേട്ടോ. പിന്നെ വീട്ടിലേക്ക് വന്നു. പലഹാരങ്ങളൊക്കെ ഈ വന്നവർക്കെല്ലാം ഇതേപോലെ കിറ്റിലാക്കി കൊടുക്കേ. അപ്പം ഈ മുന്തിരിക്കൊത്ത് പണ്ട് എനിക്ക് ഇഷ്ടമല്ലായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെങ്ങും കിട്ടാത്തതുകൊണ്ടായിരിക്കും കളിയോടൊക്കെ. അങ്ങനെ ഒത്തിരി സംഭവങ്ങളുണ്ട്. 7 മാസമാണെങ്കിൽ 7 കൂട്ടം, 9 മാസമാണെങ്കിൽ 9 കൂട്ടം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.